അച്ഛൻ്റെ ചായക്കട പാത്രങ്ങൾ കഴുകൽക്കാരി ഇന്ന് മന്ത്രി. ജീവിതത്തിലെ കഠിനമായ സാഹചര്യങ്ങളെ അതിജീവിച്ച് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ഇന്ന് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. ബാല്യത്തിൽ അച്ഛൻ്റെ ചായക്കടയിൽ പാത്രം കഴുകിയും വീട്ടുജോലികൾ ചെയ്തുമാണ് അവർ പഠനവും ജീവിതവും മുന്നോട്ട് കൊണ്ടുപോരുന്നത്. ചായക്കടയിലെ ജോലിക്ക് പുറമെ വീട്ടുജോലികളെല്ലാം ചെയ്തു തീർത്തിട്ടാണ് ബിന്ദു കൃഷ്ണ സ്കൂളിലേക്കും കോളേജിലേക്കും പോരുന്നത്. ആദ്യകാലത്ത് ബിന്ദു കൃഷ്ണയുടെ അച്ഛൻ പി സുകുമാരന് ചിട്ടിയായിരുന്നു. അമ്മ ബി വസുമതി കശുവണ്ടി തൊഴിലാളിയും. ബിന്ദു 2ാം ക്ലാസ്സിലെത്തുന്നതുവരെ കാര്യമായ കഷ്ടപ്പാടുകളൊന്നുമില്ലായിരുന്നു. അതിനിടെ ജില്ലാ ആശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ അമ്മയുടെ ആരോഗ്യസ്ഥിതി വഷളായി. പിന്നെ അമ്മയുമായി ആശുപത്രികൾ തോറുമുള്ള നെട്ടോട്ടത്തിലായിരുന്നു അച്ഛൻ. ബിന്ദു കൃഷ്ണയും ചേട്ടനും അച്ചാമ്മയുടെ തണലിൽ മാത്രമായി. ചികിത്സ കൊണ്ട് കാര്യമായ ഫലമുണ്ടായില്ല. അമ്മയ്ക്ക് നേരിയ ഭാരം പോലും എടുക്കാൻ കഴിയാത്ത അവസ്ഥയായി. അതോടെ അടുക്കള ജോലികളെല്ലാം തീർത്തിട്ടാണ് ബിന്ദു കൃഷ്ണ സ്കൂളിലേക്ക് പോരുന്നത്. ജീവിതം തിരിച്ചുപിടിക്കാൻ അച്ഛൻ ചായക്കട തുടങ്ങിയതോടെ ബിന്ദുവും ഒപ്പം കൂടി. രാത്രി ചായക്കടയിലെ ജോലി തീർത്തിട്ടാണ് ബിന്ദു പഠിച്ചിരുന്നത്. കോളേജ് കാലത്ത് KSU നേതാവായി വളർന്നപ്പോഴും അച്ഛൻ്റെ ചായക്കടയിലെ ജോലിയിൽ ബിന്ദു അവധിയെടുത്തിട്ടില്ല. കോളേജ് യൂണിയൻ മുതൽ പാർലമെന്റിലേക്ക് വരെ മത്സരിച്ചിട്ടുള്ള ബിന്ദുവിൻ്റെ ആദ്യ വിജയമാണ് കൊല്ലത്ത് നേടിയത്. കൊല്ലം SN കോളേജിൽ UUC, കൊല്ലം ജില്ലാ പഞ്ചായത്ത്, കൊല്ലം ചാത്തന്നൂർ മണ്ഡലങ്ങളിൽ നിന്ന് നിയമസഭയിലേക്കും ആറ്റിങ്ങലിൽ നിന്ന് പാർലമെന്റിലേക്കും മത്സരിച്ചിട്ടുണ്ട്. 2021 കൊല്ലത്ത് M മുകേഷിനോട് 2072 വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. തുടർന്ന് മണ്ഡലത്തിൽ ജനകീയ ബന്ധങ്ങൾ വർദ്ധിപ്പിക്കാൻ ബിന്ദുവിന് കഴിഞ്ഞു. തിരുവനന്തപുരം ലോ അക്കാദമിയിൽ നിന്ന് നിയമബിരുദവും ഗവൺമെന്റ് ലോ കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട്. കൊല്ലം കോടതിയിൽ അഭിഭാഷകയായി. 2004 യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി. 2007 മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും. ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ടയായ കൊല്ലത്ത് വിജയക്കൊടി പാറിച്ചാണ് ബിന്ദു കൃഷ്ണ നിയമസഭയുടെ പടി കയറുന്നത്. വിശ്രമമില്ലാത്ത സംഘടനാ ജീവിതമായിരുന്നു അവരുടേത്. അണികളിൽ ആവേശം നൽകുന്ന നേതൃപാടവം. സംസ്ഥാന കോൺഗ്രസിന്റെ ചരിത്രത്തിൽ അധ്യക്ഷ പദവിയിൽ ഒരു ജില്ലയെ 5 വർഷം നയിച്ച ഏക വനിതയാണ് അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ.